നമസ്കാരം. കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ ഒരു കവിത അവതരിപ്പിക്കാൻ എത്തിയിരുന്നു. ഇക്കൊല്ലം എനിക്ക് ക്ഷണം കിട്ടി. അതിനുള്ള നന്ദി സംഘാടകരോട് ആദ്യം തന്നെ അർപ്പിക്കട്ടെ. നമ്മുടെ സംസ്കാര ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പുരാണ പുസ്തകങ്ങളും ഓരോ പ്രവാചകന്മാരും ഓരോ തരത്തിലുള്ള അറിവുകൾ നൽകുന്നുണ്ട്. അതിൻ്റെ എല്ലാ അവസാനം അവരൊന്നും അത് പൂർത്തീകരിക്കുന്നതായിട്ട് കാണുന്നില്ല. എല്ലാം പറഞ്ഞു നിർത്തുന്നത് തുടരും എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിൻഗാമികളായിട്ടുള്ള നമ്മൾ, ആ പ്രവാചകന്മാർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാം അതെല്ലാം മതിമറന്ന് അല്ലെങ്കിൽ അതെല്ലാം ശ്രദ്ധിക്കാതെ പോകുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ കൂടി ഞാൻ ഈ കവിത കൊണ്ട് ശ്രമിക്കുകയാണ്. കാലം കരിങ്കല്ലിൽ കള്ളങ്ങൾ കൊത്തുന്നു, ഭൂമി ഇരുളിൽ മൂടുന്നു, സമയം പിഴച്ചു പായുന്നു, സത്യം ഒളിവിൽ പോകുന്നു. കാലം കരിങ്കല്ലിൽ കള്ളങ്ങൾ കൊത്തുന്നു, ഭൂമി ഇരുളിൽ മൂടുന്നു, സമയം പിഴച്ചു പായുന്നു, സത്യം ഒളിവിൽ പോകുന്നു. മനസ്സിൽ മാലിന്യം കുന്നുകൂട്ടുന്നു, പണം കൊണ്ട് കണ്ണു കെട്ടുന്നു, ധർമ്മമില്ല, അഹിംസയില്ല, സഹോദര്യത്തിൻ അതിരുകൾ തീർക്കുന്നു. മനുഷ്യൻ മതത്തിനാൽ തല്ലുന്നു, കുടുംബം ശിഥിലമാക്കുന്നു. നാഥ, നീ തന്ന പാഠങ്ങൾ, നിന്റെ വാക്കുകൾ വ്യർത്ഥമായോ, ഞങ്ങൾ അനാഥരായോ. നാഥ, നീ തന്ന പാഠങ്ങൾ, നിന്റെ വാക്കുകൾ വ്യർത്ഥമായോ, ഞങ്ങൾ അനാഥരായോ. ഇനിയും പിറക്കുമോ പ്രവാചകന്മാർ, അതോ ചതുവിശുദ്ധിയിൽ ഒടുങ്ങിപ്പോയോ. ഇനിയും പിറക്കുമോ പ്രവാചകന്മാർ, അതോ ചതുവിശുദ്ധിയിൽ ഒടുങ്ങിപ്പോയോ. കാത്തിരിപ്പാണി മരുഭൂമിയും മരിക്കാത്ത മനസ്സുള്ള മനുഷ്യരും. മാനത്ത് തെളിയുന്ന പൊൻചന്ദ്രികെ, ഭൂമിയിൽ പതിയുന്ന വെൺപാലെ, പാതിചന്ദ്രികെ പതിയുകി ഉലകിലെങ്ങും, പടരുക വെണ്മയി മണ്ണിലെങ്ങും. ഓരോ പിറയും കാത്തു നിൽക്കുന്നു കൂടെ ഞാനും, ഓരോ പിറയും കാത്തു നിൽക്കുന്നു കൂടെ ഞാനും. നമ്മളിലൂടെ ഓരോ പ്രവാചകന്മാർ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.